പ്രധാനപ്പെട്ടൊരു കാര്യം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴെൻ്റെ സബ്സ്ക്രൈബേഴ്സ് വീട്ടിൽ വന്ന് കണ്ടപ്പോൾ ഒരു കാര്യം ചെയ്തു കാണിക്കാൻ ആവശ്യപ്പെട്ടത്. ഇത് 8 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള ഒരു സപ്പോട്ട മരമാണ്. കുരുവിട്ട് മുളപ്പിച്ചതാ. 8 വർഷം പ്രായമുള്ള ഈ മരം മണ്ണിലാ നട്ടതെങ്കിൽ ഒരു 4-5 സെൻറ്റ് സ്ഥലമെങ്കിലും ഇവൻ അപഹരിച്ചെടുത്തേനെ. ഇതിപ്പോൾ ഇവൻ്റെ വളർച്ച നമ്മളാ തീരുമാനിക്കുന്നത്. ഗ്രോ ബാഗിൽ വെട്ടി ഒതുക്കി. ഇതിപ്പോൾ ഇവിടെ വന്ന ചില സുഹൃത്തുക്കൾ ചില സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ മരം വളരാൻ ഗ്രോ ബാഗും മതിയോ, അതുപോലെ തന്നെ ഇതിൻ്റെ വേരുകളുടെ വളർച്ച എങ്ങനെയാണ് നിയന്ത്രിച്ച് നിർത്തുന്നതെന്ന് അപ്പം ഞാൻ കാണിക്കുന്ന രീതി കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ ഗ്രോ ബാഗിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇത് ഏതാണ്ട് ഇപ്പോൾ ദ്രവിച്ചു പോയി. ഇതിലിപ്പോൾ കുറച്ചുകൂടെ വീതിയിൽ വേരുണ്ടായിരുന്നു. വെട്ടി കഴിഞ്ഞപ്പോഴേ വീഡിയോയുടെ കാര്യം ഓർമ്മ ഉണ്ട്. ഇപ്പോൾ കൂടുതലുള്ള വേരുകളെ വെട്ടി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വേര് കളയുന്നതുകൊണ്ട് മരത്തിനൊരു കുഴപ്പം ഉണ്ടാവില്ല. എല്ലാ വർഷവും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഡ്രമ്മിലാണ് നടുന്നതെങ്കിൽ വർഷാവർഷം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഡ്രമ്മിന് 800 രൂപ മുതൽ 1000 രൂപ വരെയാണ് വില. ചെടി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്രയും തുക മുടക്കി ഡ്രമ്മ് വാങ്ങിക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് ലാഭത്തിന് ഡ്രമ്മ് കിട്ടുന്നിടം വരെ ഗ്രോ ബാഗിൽ വയ്ക്കാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ ഗ്രോ ബാഗിനേക്കാൾ കുറച്ചുകൂടെ ലാഭിക്കാനായി ഈ പ്ലാസ്റ്റിക് ചാക്കാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ചിലവ് വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. ഇതൊരു 40 കിലോയുടെ ചാക്കാണ്. പകുതിയോളം അകത്തോട്ട് മടക്കി വെച്ചിരിക്കുക. ആദ്യത്തെ ലെയർ കരിയില നല്ലതുപോലെ അമർത്തി ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് മുകളിലേക്ക് ചാണകപ്പൊടി ഇടാം. ഇനി ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമാണെങ്കിലും മതി. ഇതിന് മുകളിലേക്ക് ഒരു ചട്ടി അടുക്കള വേസ്റ്റിൽ നിന്നുള്ള കമ്പോസ്റ്റ് ചേർക്കുന്നു. ഇനി ഒരു ചട്ടി മണ്ണിട്ട് നിരത്താം. ഞാൻ പഴയ മണ്ണിൻ്റെ കൂടെ വളങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇനി കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ അതുകൂടെ ചേർക്കണം കേട്ടോ. എല്ലാം ഒന്ന് നിരത്തതിന് ശേഷം മരം ഇറക്കി വെച്ചു. ബാക്കിയുള്ള ഭാഗം മണ്ണും ചാണകപ്പൊടിയും ചാരവും ഒരൽപ്പം വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് ചാക്കിൻ്റെ 1/4 ഭാഗം നിറയ്ക്കാം. ഇനി ഇതിന് മുകളിലേക്ക് പെട്ടെന്ന് വളമായി മാറുന്ന ഷീമക്കൊന്ന, കമ്മ്യൂണിസ്റ്റ് പച്ച, വേപ്പിനില ഇതെല്ലാം നിരത്തി വീണ്ടും 1 കപ്പ് മണ്ണും 1 കപ്പ് ചാണകപ്പൊടിയും മീതെ ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് മഴയും കാറ്റും വന്ന് മറിഞ്ഞു വീഴാതിരിക്കാനായി എവിടെയെങ്കിലും പിടിച്ചൊന്ന് കെട്ടിവെക്കണം. ചാക്കിൻ്റെ 2 സൈഡിലും ഓരോ ഹോൾ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇതിനിപ്പോൾ കായ്ക്കാനായിട്ട് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഇപ്രാവശ്യം മുതൽ കൊടുത്തു തുടങ്ങണം. ഇവരൊക്കെ പിന്നെ ഒന്നും കൊടുക്കാതെ തന്നെ കായ്ച്ചു തുടങ്ങി. ഈ ചാക്കിന് കഷ്ടിച്ച് 1 വർഷം മാത്രമേ ആയുസുള്ളൂ. പിന്നെ 10 രൂപയല്ലേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം. എന്തായാലും ഇത് സ്ഥിരമല്ല. കുറഞ്ഞ വിലയ്ക്ക് ഡ്രമ്മ് തരാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ.